ക്രിസ്തുവിൻ്റെ വചനം, വേർഡ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ രീതിയും പഠിപ്പിക്കലിൻ്റെ പ്രസംഗത്തിൻ്റെ മോഡലും ശിഷ്യന്മാരുടെ അഥവാ അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിൻ്റെയും ശുശ്രൂഷയുടെയും പാറ്റേണും ഇന്ന് ശുശ്രൂഷകന്മാർ ചെയ്യുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഇപ്രകാരം അല്ലായിരുന്നു അവർ ശുശ്രൂഷിച്ചിരുന്നത് എന്ന് ദൈവവചനം, ലേഖനങ്ങൾ, പ്രവൃത്തികൾ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം. എന്നാൽ ഇന്നേക്ക് ഏകദേശം 120 വർഷങ്ങൾക്ക് മുൻപ് വരെ യേശുവും അപ്പോസ്തലന്മാരും പിതാക്കന്മാരും ചെയ്തു വന്ന ശുശ്രൂഷ പ്രസംഗ രീതികളിലായിരുന്നു അവർ നടത്തിയിരുന്നത്. അതിന് ഇപ്പോൾ മാറ്റം വന്നു. കാരണം 120 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫാൾസ് ടീച്ചിങ് ഗ്രൂപ്പ്, ഒരു കൾട്ട് അഥവാ ദുരുപദേശ സംഘം എഴുന്നേറ്റ് യേശു പഠിപ്പിച്ചത്, പ്രസംഗിച്ചത്, തൻ്റെ ശൈലി, ആ വിഷയങ്ങൾ എല്ലാം യഹൂദന്മാരോടായിരുന്നു, അത് നമുക്കുള്ളതല്ല, അതുകൊണ്ട് നാം അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് ജനത്തെ പഠിപ്പിച്ച് അന്ന് മുതലാണ് യേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ശുശ്രൂഷയുടെയും പ്രസംഗത്തിൻ്റെയും ഒക്കെ ശൈലിയിൽ നിന്നും സഭയിൽ നിന്നും അത് പുറത്തായി. അന്ന് മുതൽ ഈ ദുരുപദേശ സംഘത്തിൻ്റെ രീതിയാണ് സഭയിൽ കടന്നുകൂടി പ്രസംഗങ്ങൾ ആ രീതി അവലംബിക്കുവാനായിട്ട് തുടങ്ങി. അത് ജനത്തിനും വളരെ ഇഷ്ടമായി തോന്നി. അത് ഇന്നും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ബാല്യകാലങ്ങളിലൊന്നും ഇന്നത്തെ രീതിയിലുള്ള പ്രസംഗങ്ങൾ അല്ലായിരുന്നു ഞാൻ കേട്ടിരുന്നത്. മാത്രമല്ല, അന്നത്തെ പിതാക്കന്മാർ പ്രസംഗത്തിനൊരുങ്ങാതെ ഉപദേശമായിരുന്നു ദൈവസഭകൾക്ക് കൊടുത്തിരുന്നത്. യേശുവും അപ്പോസ്തലന്മാരുടെയും രീതിയും ഉപദേശിക്കുക എന്നതായിരുന്നു, അഥവാ പഠിപ്പിക്കുക. അതുകൊണ്ട് അന്നത്തെ ശുശ്രൂഷകന്മാരെ ഉപദേശി എന്ന ജനം വിളിച്ചിരുന്നത്. ഇന്നാരെങ്കിലും കയറി ഉപദേശി എന്ന് വിളിക്കാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1981-82 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ബൈബിൾ കോളേജിൽ പോവുകയും എൻ്റെ പഠനത്തിൻ്റെ ഒന്നാമത്തെ ബൈബിൾ കോളേജിലെ പഠനം, എൻ്റെ വേദപഠനം ആരംഭിക്കുന്നത് ആ വർഷങ്ങളിലാണ്. അവിടെ ആ ബൈബിൾ കോളേജിൽ ഒരു പ്രത്യേകത, അന്നത്തെ മിക്ക അപ്പച്ചന്മാരും ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരായ പിതാക്കന്മാർ പഠിപ്പിച്ചിരുന്നു. അവരെ നേരിട്ട് കാണുന്നതിനും ദൈവവചനം പഠിക്കുന്നതിനും അവരെ വ്യക്തിപരമായി അടുത്തറിയുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലുതായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം. അപ്പോൾ അവിടെ എല്ലാ അപ്പച്ചന്മാരും തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പലരുടെയും പേരുകൾ ഓർക്കുന്നുണ്ട്. പാസ്റ്റർ VT ജോസഫ് എന്ന് അറിയപ്പെട്ട VT അപ്പച്ചൻ, പാസ്റ്റർ CK ഡാനിയൽ എന്ന് അറിയുന്ന CK അപ്പച്ചൻ, ഉമ്മച്ചൻ അപ്പച്ചൻ, ജോർജ് വർഗീസ് അപ്പച്ചൻ, MV വർഗീസ് അപ്പച്ചൻ, KM ജോൺ അപ്പച്ചൻ, PM ഫിലിപ്പ് സാർ എന്ന് വിളിച്ചിരുന്ന PM ഫിലിപ്പ് അപ്പച്ചൻ, പാസ്റ്റർ KK ചെറിയാൻ, പാസ്റ്റർ ജോർജ് ഉമ്മൻ എന്ന അപ്പച്ചൻ, പിന്നെ 2 വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയ 2 AM തോമസ് തുടങ്ങിയതായ അപ്പച്ചന്മാർ, പിന്നെ മറ്റ് ചില അപ്പച്ചന്മാർ. അങ്ങനെ ആ കാലഘട്ടത്തിൽ അവരുടെ തലമുറയിൽ ശക്തമായി ദൈവം ഉപയോഗിച്ച അനുഭവ സമ്പത്തുള്ള, അവരൊരു പക്ഷേ ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിരുന്നില്ല, പക്ഷേ ഇന്നത്തെ MTHും പിന്നെ ഡോക്ടറേറ്റും ഒക്കെ കഴിഞ്ഞവരെക്കാൾ വളരെ ശക്തമായിട്ടുള്ള പ്രസംഗവും വചന ശുശ്രൂഷയും അനുഭവ സമ്പത്തുമുണ്ടായിരുന്ന അപ്പച്ചന്മാരുടെ എല്ലാ ക്ലാസ്, അവരിൽ നിന്നുള്ള പഠിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ അവരുടെ എല്ലാം പ്രസംഗങ്ങളും ക്ലാസ്സുകളും ശുശ്രൂഷ രീതികളൊന്നും ഇന്നത്തെ ഈ കാണുന്ന രീതിയിൽ ഒന്നുമല്ല. ഈ വല്ലാത്ത രീതിയൊന്നും അന്നില്ലായിരുന്നു. അവർ ദൈവവചനം പ്രസംഗിച്ചു, പഠിപ്പിച്ചു, ഉപദേശിച്ചു. അതുകൊണ്ട് ജനം വിടുവിക്കപ്പെടുകയും സ്വർഗരാജ്യത്തിനായി ഒരുക്കപ്പെടുകയും ചെയ്യുവാനിടയായി. ആ രീതിയിലുള്ള ഉപദേശമായിരുന്നു അവർ കൊടുത്തിരുന്നത്. ആത്മാവിൻ്റെ ആവശ്യമായ ആത്മീയ കാര്യങ്ങൾ അന്നത്തെ സഭകളുടെ വേലയുടെ ആരംഭകാലത്ത് എല്ലാം നേതാക്കന്മാരും പകൽ മുഴുവൻ
അധ്വാനിച്ച് ഓരോ സംഘടനയുടെയും അന്നത്തെ സഭ ഇന്ന് അറിയപ്പെടുന്ന, ഇന്ന് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ദൈവസഭകളുടെ ആരംഭകാല പ്രവർത്തകരായിരിക്കുന്ന അപ്പച്ചന്മാരൊക്കെയും ദൈവദാസന്മാർ പകൽ മുഴുവനും കഠിനാധ്വാനം ചെയ്തിട്ട് ഉറക്കിളച്ചുകൊണ്ട് രാവെളുക്കോളം തങ്ങളുടെ ജനത്തെ പഠിപ്പിച്ച് വചനത്തിൽ അവരെ ഉറപ്പിച്ച് അവരെ ശിഷ്യരാക്കി സഭ എണ്ണത്തിൽ പെരുകുവാനും ശക്തമായി മുന്നേറുവാനും ഇടയായിത്തീർന്നു. എന്നാൽ ഇന്നത്തെ രീതി കേൾക്കുവാനായിട്ട് തുടങ്ങിയിട്ട് ഏതാണ്ട് 18-20 വർഷങ്ങളോ 25 വർഷത്തോളമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ജനം ആത്മീയമായി ഇന്ന് വളരുന്നില്ല, ആത്മീയത്തിന് വേണ്ടുന്ന ആഹാരം ലഭിക്കുന്നില്ല, ശിഷ്യത്വത്തിലേക്ക് ജനം നടത്തപ്പെടുന്നില്ല. ദൈവഭയം ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും ഒരുപോലെ ഇല്ലാത്ത ഒരു കാലം എന്ന് മാത്രമല്ല, ഇന്നത്തെ പ്രസംഗ നിമിത്തം ജനം പിന്മാറ്റക്കാരും മത്സരികളുമായി പാസ്റ്ററുടെ മേലും പരസ്പരവും കൈവെപ്പ് ശുശ്രൂഷ നടത്തുന്നവരുമായി തീർന്നിരിക്കുകയാണ്. സോ we need to get back the model of Jesus and the pattern of the ministry of apostle. നാം യേശു ചെയ്തതുപോലെയും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ മാതൃകയിലേക്കും മടങ്ങി വരണം. ഇന്ന് സഭ ശോഷിച്ചു പോകുകയാണ്. ഇന്ന് പുതിയതായി സഭകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. പുതിയതായി സഭകളിലൊന്നും സ്നാന ശുശ്രൂഷ നടത്തപ്പെടുന്നില്ല. പഴയ 2-3 തലമുറകളായിട്ടുള്ള വിശ്വാസികൾ ഈ സഭയിൽ നിന്നും ആ സഭയിലേക്കും ആ സഭയിൽ നിന്ന് ഈ സഭയിലേക്കും പലവിധമായിട്ടുള്ള അവരുടെ വ്യക്തിപരമായിട്ടും സഭാതലത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിമിത്തമായിട്ട് അവിടേക്ക് ഇവിടേക്ക് മാറി അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും സ്നാനപ്പെടുത്തുന്നതല്ലാതെ ഇന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, സ്നാനങ്ങളൊക്കെ നടന്ന് കർത്താവിൻ്റെ സഭയിലേക്ക് വരുന്നത് വളരെ ചുരുക്കമാണ്. 50 വർഷങ്ങൾ കൂടി ഈ രീതി തുടർന്നാൽ പാസ്റ്റർമാർ എന്ന ഒരു കൂട്ടം തന്നെ ഭൂമുഖത്തില്ലാതെയാകും. ഇന്ന് പാസ്റ്റർമാരുടെയോ വിശ്വാസികളുടെയോ മക്കളാരും തന്നെ ശുശ്രൂഷാമുഖത്തേക്ക് കടന്നു വരുന്നില്ല. കാരണം അവരെ ദൈവവചനം പഠിപ്പിക്കുന്നില്ല. ഈ കൊട്ടും മേളവും ചാട്ടവും മറിച്ചിലും എന്താ പറയുക, ബഹളം വയ്ക്കലും കയ്യടിയും മാത്രമായി തീരുന്നത് കൊണ്ട് ദൈവവചനം പഠിപ്പിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് കഴിഞ്ഞ വരെയുടെ കേട്ടത് റാന്നിയിലോ മറ്റൊരു പാസ്റ്ററുടെ മകൾ ഉച്ചയ്ക്ക് കർത്തൃമേശ എടുത്തിട്ട് ഞായറാഴ്ച വൈകുന്നേരം അമ്പലത്തിൽ പോയി ഒരു ഹിന്ദു പയ്യനെ കല്യാണം കഴിച്ച് കട്ടപ്പനയ്ക്ക് മുങ്ങിയെന്നാണ് കേട്ടത്, ന്യൂസിലുണ്ടായിരുന്ന. അപ്പോൾ നോക്കി എന്താ കാര്യം? പാസ്റ്റർ മകളാകാഞ്ഞിട്ടാണോ, സ്നാനപ്പെടാഞ്ഞിട്ടാണോ, ആരാധിച്ചിട്ടാണോ, ആത്മാവില്ലാഞ്ഞതുകൊണ്ടാണോ? ദൈവവചനം പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെ പ്രസംഗിച്ച് ബഹളവും കോലാഹലങ്ങളും ഒക്കെയായി കുലുങ്ങിത്തുള്ളി കൈയടിച്ച് ഇമോഷനായി വീട്ടിൽ പോകും, ഒന്നും അറിയത്തില്ല. അപ്പോൾ പല ബൈബിൾ കോളേജുകളിലും പഠിക്കാൻ കുട്ടികളില്ലാത്തതിനാൽ നോർത്ത് ഇന്ത്യയിൽ നിന്നും കുട്ടികളെ ഇറക്കുമതി ചെയ്യുക. ലോകവ്യാപകമായി പല വൻ ക്രിസ്ത്യൻ പള്ളികളും ആളില്ലാത്തതിനാൽ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ചിലരത് വിലയ്ക്ക് വാങ്ങി തിയേറ്ററും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. തുർക്കിയിൽ തന്നെ ഏഷ്യ മൈനറിൻ്റെ അപ്പോസ്തലനായ പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട ഏതാണ്ട് 65ഓളം സഭകൾ അന്നുണ്ടായിരുന്നു. ഇന്ന് അതിൽ ഒരെണ്ണം പോലുമില്ല. അവിടെ 10,000-ലധികം പേർ കൂടി വന്നുകൊണ്ടിരുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ നിന്ന് ചില പ്രത്യേക ദിവസങ്ങളിൽ മെഴുകുതിരി കത്തിക്കാൻ ഏതാണ്ട് 1000ഓളം പേര് കടന്നു പോകും എന്നുള്ളതാണ് ആമേൻ ഹല്ലേലൂയ നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നത്. എന്താ പ്രിയമുള്ളവരെ, ഇന്നത്തെ ശുശ്രൂഷ പ്രസംഗ ശൈലി? ഓടിവാ, ഇന്നാ പിടിച്ചോ അനുഗ്രഹം. അത് പറഞ്ഞില്ലെങ്കിൽ സഭയിൽ ജനം നിൽക്കില്ല എന്ന തെറ്റായ ഒരു ചിന്തയാണ് ഇന്നുള്ളത്. മറിച്ച് ഇന്ന് യേശുവിനെക്കുറിച്ച് പറയുന്നില്ല, പ്രസംഗിക്കുന്നില്ല. പകരം ഇന്നിവിടെ ചിലത് നടക്കാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നില്ലേ? അതൊരു 10-15 വർഷമേ ആയിട്ടുള്ളൂ ഇങ്ങനെയുള്ളതായ രീതിയൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഒരച്ചായൻ പ്രസംഗം കേൾക്കാൻ വന്നു കൺവെൻഷൻ. ഉടനെ ആദ്യത്തെ ദിവസം പ്രസംഗൻ പറഞ്ഞു ഇന്നിവിടെ ചിലത് നടക്കും. പുള്ളിക്കാരിങ്ങനെ നോക്കി നടക്കുക എന്നാ നടക്കുന്നതെന്ന്. പക്ഷേ അന്നൊന്നും നടന്നില്ല. അപ്പോൾ നാളെയും കൂടെ വരാമെന്ന് വിചാരിച്ചു. നാളെയും വന്നു, കണ്ടില്ല. അവസാന ദിവസം പ്രസംഗം പിന്നെയും പറഞ്ഞു ഇന്നിവിടെ ചിലത് നടക്കും. അപ്പോൾ പുള്ളിക്ക് കാര്യം മനസ്സിലായി. ആ അടുത്ത അച്ചായനോട് ചോദിച്ചു, എന്താ അച്ചായ
ഈ നടക്കുമെന്ന് പറഞ്ഞത്? ലാസ്റ്റ് ദിവസം അച്ചായൻ ചോദിച്ചപ്പോൾ അച്ചായനോട് പറഞ്ഞു, ഈ അച്ചായൻ പറയണ്ട, എനിക്ക് മനസ്സിലായി, ഈ കൺവെൻഷൻ കഴിയുമ്പം ബസ്സില്ലാത്തത് കൊണ്ട് വാഹനമില്ലാത്തവരൊക്കെ നടക്കേണ്ടി വരുമെന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, അല്ലാതെ ഒന്നും നടക്കയില്ല എന്ന്. അതാണ് അവസ്ഥ. പ്രിയരെ, സഭ ക്രിസ്തുവിൻ്റേതാണ്. യേശു മണവാളൻ. ഇന്ന് ക്രിസ്തുവാണ് തൻ്റെ സഭയോട് സംസാരിക്കുന്നത്, മറ്റാരുമല്ല. പഴയ നിയമത്തിൽ യഹോവ തൻ്റെ ഭാര്യയായ ഇസ്രായേലിനോട് തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു. എന്നാൽ ഇന്ന് മണവാട്ടിയായ സഭയോട് പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ് സംസാരിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ വചനത്തിന് പുറത്ത് സംസാരിക്കുന്നതെല്ലാം ഫാൾസാണ്, തെറ്റായ ഉപദേശമാണ്, തെറ്റായ രീതിയാണ്, അത് ദൈവികമല്ല. സോ ദ doctrine of Christ, we must teach the word of Christ, the doctrines of Christ today. ഹല്ലേലൂയ. നാം അത് പ്രസംഗിക്കണം, പഠിപ്പിക്കണം, മടങ്ങി വരണം നാം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക്. ജനത്തെ അത് പഠിപ്പിക്കണം. അല്ലെങ്കിൽ കൊട്ടും പാട്ടും ഉണ്ടാകും, തകൃതിയായ പ്രസംഗവും പ്രവചനം, കൺവെൻഷൻ എല്ലാം ഉണ്ടായിരിക്കും. പിന്നെയും ഘോഷപൂർവം അതൊക്കെയും നടക്കും, എന്നാൽ സ്വർഗത്തിൽ പോകുകയില്ല. അതിന് ക്രിസ്തുവിൻ്റെ വചനം നാം പഠിക്കണം, അതനുസരിക്കണം, അത് ജനത്തെ പഠിപ്പിക്കണം, അത് ജനത്തെ എന്തു ചെയ്യണം? ഉപദേശിക്കണം. ആ ഉപദേശത്തിൽ കൂടി ജനത്തെ ഒരുക്കി ദൈവരാജ്യത്തിനായി വാർത്തെടുക്കണം. ക്രിസ്തുവിൻ്റെ ആദ്യ പ്രസംഗം തന്നെ കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ഈ രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, ഒരുങ്ങുവീൻ. കർത്താവ് പറഞ്ഞതെല്ലാം ആ രാജ്യത്തിൻ്റെ നിയമങ്ങളായിരുന്നു. ആകയാൽ യേശു എന്തു പറഞ്ഞോ ഉപദേശിച്ചോ അത് അനുസരിക്കുന്നവനെ സ്വർഗത്തിൽ പോകുകയുള്ളൂ എന്നുള്ളത് നാം മറക്കരുത്, വളരെ ഗൗരവമായി എടുക്കണം. ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല എന്ന് യോഹന്നാൻ്റെ 2-ാം ലേഖനം 8-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുക, അത് പഠിക്കുക, പഠിപ്പിക്കുക, ഉപദേശിക്കുക. ആമേൻ. കർത്താവ് വരാറായി. ഹല്ലേലൂയ. നമുക്കൊരു വേദഭാഗം ഇതോടനുബന്ധിച്ച് വായിച്ച് നിർത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അതിൻ്റെ കുറിവാക്യമായിട്ട് ഞാൻ വായിക്കുകയാണ്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. വേർഡ് ഓഫ് ഗോഡ്. പഴയ നിയമത്തിൽ പിതാവായ ദൈവം പിതാക്കന്മാരായിരിക്കുന്ന ഇസ്രായേൽ മക്കളോട് തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരമായിരുന്നു സംസാരിച്ചിരുന്നത്. മോശ മുതൽ മലാഖി വരെ, ഏലിയാവ്, ഏലീഷ, അങ്ങനെ 100 കണക്കിന് പ്രവാചകന്മാർ, ജനത്തെ ഭരിച്ച് നടത്താൻ ഏൽപ്പിക്കപ്പെട്ട രാജാക്കന്മാരെല്ലാം ജനത്തെ തെറ്റിച്ചു. പ്രവാചകന്മാർ രാജാക്കന്മാരോടും ദൈവജനത്തോടും പറഞ്ഞു, അവരെ ആലോചന കൊടുത്തു, റിപ്പൻറ്റ് ആൻഡ് ടേൺ ടു ഗോഡ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഞാനീ പറയുന്നത് മറ്റേതെങ്കിലും ഒരു ഉപദേശമാണോ, മറ്റേതെങ്കിലും ഒരു ബൈബിളിൽ നിന്നാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം നമ്മുടെ എല്ലാവരുടെയും കൈവശമുള്ള ബൈബിളിലെ പുതിയ നിയമത്തിലെ പൗലോസ് എഴുതിയ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വേദഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. അവിടെ ഒന്നും ഞാൻ കൂട്ടിയിട്ടുമില്ല, ഒന്നും ഞാൻ കുറച്ചിട്ടില്ല. പലപ്പോഴും നമ്മളിത് വായിക്കുന്നുണ്ടെങ്കിലും ഇതെന്താണെന്ന് നാം പഠിക്കുന്നില്ല, നാം ഗ്രഹിക്കുന്നില്ല, അത് ജനത്തെ മനസ്സിലാക്കി കൊടുക്കുന്നുമില്ല. 2-ാമത്തെ വാക്യം വായിച്ചേ, എബ്രായർ 1:2. അവിടെ എന്താ കാണുന്നത്? ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അതായത് ഇന്ന് പിതാവായ ദൈവം തൻ്റെ പുത്രനിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവാകുന്ന തൻ്റെ പുത്രനിൽ കൂടി ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ വചനം, വേർഡ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ എന്താണ് ക്രിസ്തുവിൻ്റെ വചനം എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്? ദാറ്റ് വാട്ട് ജീസസ് സെഡ്, വാട്ട് ജീസസ് ടോട്ട്, വാട്ട് ജീസസ് ഡിഡ്, ഹിസ് ലോസ്, His commandments, His teachings and His doctrines. യേശു എന്ത് പറഞ്ഞോ, എന്ത് പഠിപ്പിച്ചോ, ഉപദേശിച്ചുവോ,
അവൻ്റെ നിയമങ്ങൾ, കർത്താവിൻ്റെ കൽപ്പനകൾ, യേശു എന്ത് ചെയ്തുവോ അതെല്ലാം ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. 3.5 വർഷക്കാലം രാവും പകലും തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് എല്ലാം പിതാവായ ദൈവം ക്രിസ്തുവിൽ കൂടി തൻ്റെ സഭയ്ക്ക് അഥവാ പുതിയ നിയമത്തിൽ ദൈവജനത്തിന് കൊടുത്തിരിക്കുന്നവയാണ്. അവയൊന്നും താൻ സ്വയമായി പറഞ്ഞവയല്ല, തൻ്റെ പിതാവ് അഥവാ ദൈവം പറയുവാനായിട്ട് തന്നോട് ആവശ്യപ്പെട്ടത് താൻ പറഞ്ഞു എന്നാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 24 എന്താ പറയുന്നത്? പുത്രൻ സംസാരിക്കുന്നത് തൻ്റേതല്ല, അവൻ പറയുകയാണ് എന്നെ അയച്ച പിതാവിൻ്റേതത്രേ. യോഹന്നാൻ 15:15 എന്താ പറയുന്നത്? ഞാൻ എൻ്റെ പിതാവിൽ നിന്നും കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. 3.5 വർഷം 12 ശിഷ്യന്മാർ രാവും പകലും കൽപ്പനകൾ, ഉപദേശങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ച് ശിഷ്യത്വത്തിലേക്ക് അവരെ പ്രവേശിപ്പിച്ച് ശിഷ്യന്മാരാക്കി വളർത്തി എടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ വചനം, ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശുവിൻ്റെ കൽപ്പനകൾ അഥവാ ഉപദേശങ്ങൾ അവ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുവാൻ ആമേൻ പ്രാർത്ഥനയോടും വിശുദ്ധിയോടും വേർപാടോടും കൂടി ആയിരിക്കുന്ന പാവപ്പെട്ട ഈ ദൈവത്തിൻ്റെ ജനം അവർ പോകേണ്ടതിന് വേണ്ടി ഒരുക്കപ്പെടേണ്ടതായിട്ടുള്ള അവരുടെ യോഗ്യതകളാണവ. അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ അനുസരിക്കണം, അത് ജനത്തെ പഠിപ്പിക്കണം. നാം മനസ്സിലാക്കിയെങ്കിലേ അവരെ പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അവർക്ക് ജനത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതേ മനസ്സിലാകത്തുള്ളൂ, നമ്മൾ പ്രസംഗിക്കുന്നതേ അവർക്ക് അറിയത്തുള്ളൂ. അവർക്ക് ഈ ഭാഗങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം. ഏതൊരു രാജ്യത്തിനും നിയമങ്ങളുണ്ട്, ഈ ദൈവരാജ്യത്തിന് നിയമങ്ങളുണ്ട്. അത് സുഗമമായ ആ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ സുഗമമായി നിർവഹിക്കുവാൻ വേണ്ടി ഉള്ളതാണ് ആ നിയമങ്ങൾ. ഉദാഹരണം, ഇന്ത്യ രാജ്യത്തിന് അനേകം നിയമങ്ങളുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് അല്ലേ? അത് തെറ്റിച്ചാൽ, അതിന് എതിരായി പ്രവർത്തിച്ചാൽ അകത്ത് കിടക്കും, അഴിയിൽ ഇങ്ങനെ കമ്പി പിടിച്ചുകൊണ്ട് കിടക്കേണ്ടി വരും. അപ്പോൾ അവനെ ജഡ്ജിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കും ജഡ്ജ്. ഉടനെ ആ പുള്ളി പറയുകയാണ്, സാറേ ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല, ഞാനിങ്ങനെ തിന്നും കുടിച്ചും ജീവിച്ച് ഇങ്ങനെ അങ്ങ് ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ പോയി. ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടെന്നോ അത് ഇന്ന രീതിയിലാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാലൊന്നും ഒരു കാര്യവും നടക്കണം. നീ ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിരിക്കണം, അതറിഞ്ഞിരിക്കണം. ദൈവമക്കളെ, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുവാനുള്ളവരാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകുവാൻ നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അതിപ്രധാനമായിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവർ പാലിക്കേണ്ട നിയമങ്ങളും ആ രാജ്യത്ത് ചെല്ലുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഇവിടുന്ന് ഒരുക്കിയെടുക്കുവാൻ തങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരുക്കി വേർതിരിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു തന്നിരിക്കുന്ന തൻ്റെ പുത്രനിൽ കൂടി തൻ്റെ സഭയോട് അറിയിച്ചിരിക്കുന്ന പിതാവാൻ ദൈവത്തിൻ്റെ ദൂതുകളെ, സന്ദേശങ്ങളെ നാം അറിഞ്ഞില്ല, നാം പഠിച്ചില്ല, നാം അനുസരിച്ചില്ല, അത് ജനത്തെ പഠിപ്പിച്ചില്ല, അവരെ ഒരുക്കിയില്ലെന്ന് പറയുമ്പോൾ ഇത്രയും ദൗർഭാഗ്യകരവും ആമേൻ. ഇതൊന്നും പഠിക്കുകയോ ഒരുങ്ങുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകാൻ പറ്റുമോ? ഇവിടെ പിന്നെയും കൊട്ടിയും പാടി നിൽക്കാം. ഇവിടെ സ്തോത്ര കാഴ്ച പിരിച്ചും ദശാംശം വാങ്ങിച്ചും മാസികം നടത്തിയും കൺവെൻഷൻ നടത്തിയും സെമിനാറും നടത്തിയും ഒക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും അതിനുശേഷം, അല്ലേ? പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഹല്ലേലൂയ, ജീസസ് ഫസ്റ്റ് മെസ്സേജ് വാസ് എന്തായിരുന്നു? The time is fulfilled, the kingdom of God is at hand. So repent and believe the kingdom of heaven. So the Sermon on the Mount also, Jesus speaks about the kingdom of God and the qualification of those who are going to enter into that kingdom. ആമേൻ. ആ രാജ്യത്തിൻ്റെ നിയമങ്ങളും അവിടെ പോകുവാനുള്ളവർ പാലിക്കേണ്ടതായ അവരുടെ അവർ നിവർത്തിക്കേണ്ട, അവർ ചെയ്തെടുക്കേണ്ട അവരുടെ യോഗ്യതകളുമാണ്. ക്രിസ്തുവിൻ്റെ വചനത്തിൽ വേർഡ് ഓഫ് ക്രൈസ്റ്റ്, അവൻ്റെ കൽപ്പനകൾ, അവൻ്റെ ഉപദേശങ്ങൾ അനവധിയായി 100 കണക്കിനായുണ്ട്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ഏതാണ്ട് 35 കൽപ്പനകളുണ്ട്. 4 സുവിശേഷങ്ങളിൽ 300 കൽപ്പനകളുണ്ട്. ദൈവത്തിൻ്റെ ശിഷ്യന്മാരാൽ അപ്പോസ്തലന്മാരിൽ എഴുതപ്പെട്ട് സഭയ്ക്ക് കൊടുത്തയച്ച ലേഖനങ്ങളിൽ 100 കണക്കിന് ആമേൻ കൽപ്പനകളുണ്ട്. അതെല്ലാം ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. കർത്താവ് പറഞ്ഞതും ചെയ്തതുമാണ്, ഉപദേശിച്ചതാണ്, പഠിപ്പിച്ചതാണ്. ഡു യു നോ അറ്റ്ലീസ്റ്റ് 10 commandments ഫ്രം ന്യൂ ടെസ്റ്റമെൻറ്റ്, നോട്ട് ഫ്രം
ഓൾഡ് ടെസ്റ്റമെൻറ്റ്, പഴയ നിയമത്തിൽ നിന്നല്ല പുതിയ നിയമത്തിൽ നിന്നുള്ള ഒരു 10 കൽപ്പനകൾ നമുക്ക് പറയാൻ കഴിയുമോ? അത് നമുക്കറിയാമോ? അത് നമ്മൾ ജനത്തെ പഠിപ്പിക്കണം. നമ്മളെപ്പോഴും 10 കൽപ്പനകളിലോട്ട് പോകും. കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ 10 കൽപ്പനകളാണ് ഞങ്ങൾ അനുസരിക്കുന്നതെന്ന് പറഞ്ഞു. അല്ല, പുതിയ നിയമത്തിൽ 100 കണക്കിന് കൽപ്പനകളുണ്ട്. വരുന്ന ദിവസങ്ങൾ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുക, അത് പഠിക്കുക, അനുസരിക്കുക, ജനത്തെ പഠിപ്പിക്കുക, ഒരുക്കുക. കർത്താവ് ഒരാറായി സ്വർഗത്തിൽ പോകാം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ MJ മാത്യു, വയനാട്ടിൽ നിന്നും എല്ലാവർക്കും നല്ല പ്രഭാതം ആശംസിക്കുന്നു. ആമേൻ.